എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഊണിന് ഒരു സെക്കൻഡ് കറിയായിട്ട് ഉണ്ടാക്കുന്നത് ഒരു മെഴുക്കുവരട്ടിയാണ്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു. ചേനയും വൻപയറുമാണ് എടുത്തിരിക്കുന്നത്. എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കുമ്പോൾ ചേന വൻപയർ അല്ലെങ്കിൽ ഏത്തക്കായും വൻപയറും കായിൻ്റെ തൊണ്ടും വൻപയറും ഇട്ടും ഉണ്ടാക്കാം. നമുക്ക് ഈ ഓണ സമയത്തൊക്കെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ ഏത്തക്കായ വാങ്ങിക്കത്തില്ലേ, അപ്പോൾ അതിൻ്റെ തൊണ്ടെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ പയറും ഇട്ട് ഉണ്ടാക്കാം. അത് തോരനായിട്ട് തേങ്ങ ചതച്ചിട്ടും വയ്ക്കാം, അല്ലാതെ ഉള്ളി മുളകും ഒക്കെ ഇട്ടിട്ട് ചതച്ചിട്ടിട്ട് അങ്ങനെയും വയ്ക്കാം. അപ്പം ഞാനിന്ന് ചേന വൻപയർ മെഴുക്കുവരട്ടിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഉള്ളിയും കുറച്ച് ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഒരു 1/2 കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. ഇത് ഇന്നലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെന്ത് കിട്ടാൻ എളുപ്പമുണ്ട്. കുക്കറിൽ തന്നെ വേവിച്ചെടുക്കാം. ഇത് നമ്മൾ ചെറിയ ഉള്ളി എടുത്തു വെച്ചിരിക്കുന്നതാണ്. ഇത് ഒരു 9 എണ്ണം ഉണ്ട്, ഒരു മീഡിയം സൈസ്. ഇത് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. ഉള്ളി കൂടുന്തോറും രുചി കൂടുകയുള്ളൂ. പിന്നെ ഒരു 3 ചെറിയ അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. വൻപയർ ഒരു കുക്കറിൽ എടുത്തിട്ടുണ്ട്. അതിലൊരു 1/2 കപ്പ് കഷ്ടി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന ഉള്ളി നമുക്കൊന്ന് കഴുകിയൊക്കെ എടുക്കണം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കണം. ഉള്ളി ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു 2 വറ്റൽമുളക് കൂടി ഇട്ട് ചതച്ചെടുക്കാം. ഉള്ളി, വെളുത്തുള്ളി, വറ്റൽമുളക് ഇതെല്ലാം കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 250 ഗ്രാം ചേന എടുത്തിരുന്നു. അത് തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് നല്ലപോലെ കഴുകി സ്ക്വയർ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് കനത്തിലല്ല, ഇത്രയൊക്കെ കനമുള്ളൂ. കുക്കർ തുറന്നു നോക്കിയപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. കണ്ടോ, വൻപയർ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേനയുടെ കഷ്ണങ്ങൾ ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് നമ്മൾ ചുമന്ന മുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അല്പം ഇത് നമ്മുടെ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇടുന്നില്ല, ഒന്നുകൂടി വേവിച്ചിട്ടേ ഇടുന്നുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി കുക്കർ അടച്ചു വെച്ച് ഒരു 2 വിസിൽ, ചിലപ്പോൾ 1 വിസിൽ മതിയാവും, നോക്കാം. നമ്മുടെ ചേനയും പയറും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ചേന വെന്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത്. ഇനി നമുക്ക് ഇത് ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് കടുകൊക്കെ ഇട്ട് ഒന്ന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചൊന്ന് നല്ലപോലെ ഡ്രൈ ആക്കണം. നോക്കാം. സ്റ്റൗ ഓൺ ചെയ്തു. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ പാൻ അടുപ്പത്തേക്ക് വെച്ചു. ഇത് കഴുകിയതുകൊണ്ട് അല്പം വെള്ളമുണ്ട്, അതൊന്ന് പോയി കിട്ടാനായിട്ടൊന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഈ മെഴുക്കുവരട്ടിക്കൊക്കെ സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. സൺഫ്ലവർ ഓയിലോ മറ്റേ പാം ഓയിലോ അതൊക്കെ എടുക്കുന്നതിനെക്കാട്ടിയും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. ഞാൻ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, മുളക് ഇതത്രയും ചതച്ചു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം.
ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ലോയിലേക്ക് മാറ്റി ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഒന്ന് പിച്ചിട്ട് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മെഴുക്കുവരട്ടിയല്ലേ, അപ്പോൾ അല്പം വെളിച്ചെണ്ണ കൂടുതൽ വേണ്ടി വരും. മതിയോ? അത്രയും മതി. മീഡിയം ഫ്ലെയിമിലേക്കാക്കി ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി നല്ലപോലെ വെന്ത് വന്നതാണ്. ഇനി നമുക്ക് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് പാകമാണോ എന്നൊന്ന് നോക്കിക്കൊടുക്കാം. കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. എരിവുമുണ്ട്, ആവശ്യത്തിന് ഉപ്പുമുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം. ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് പകർത്തിയാൽ മതി. ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ചേന വൻപയർ മെഴുക്കുവരട്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കൂ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കൂ, മറക്കണ്ട. അടുത്തൊരു വിഭവവുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.